ഈ പുറമേ കാണിക്കുന്ന ഷോ മാത്രമേ ഉള്ളൂ. ബേസിക്കലി അപ്പാനി ഒരു പാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. ഇന്നത്തെ അഭിപ്രായമാണ് കേട്ടോ. അതിന് കാരണം ഈ ആദിലേടെ അടുത്ത് പോയിരുന്നു മൂപ്പര് കരഞ്ഞ് കണ്ണീരൊക്കെ വീഴ്ത്തി ഭയങ്കര സങ്കടപ്പെട്ടിരുന്നു. അനുമോളടുത്ത് പാച്ചപ്പ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുന്ന നമ്മുടെ ബിന്നിക്കും അക്ബറിനും ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ബിന്നിക്ക്. അല്ല ചേട്ടൻ ഇങ്ങനെ അവരെ പുറകെ ഇങ്ങനെ നടന്ന് കരഞ്ഞ് കാല് പിടിക്കേണ്ട കാര്യമുണ്ടോ? ആൾക്കാർ ചേട്ടനെ ഒരു മണ്ടനാണെന്നും പൊട്ടനാണെന്നും ഒക്കെ ആയിരിക്കും പറയുന്നത്. കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അവരെ പുറകെ ഒന്നും ഇങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, അവരിപ്പോൾ എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ആരുടെ വ്യക്തിവൈരാഗ്യം കുറേ നേരം വെച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റൂല. എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് പറഞ്ഞ് സോറി പറയും. ആദിലേടെ അടുത്ത് ഞാൻ സോറി പറഞ്ഞത് എനിക്ക് അത്രയും വിഷമമായിട്ടാണ്. ഇപ്പം നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ നിങ്ങളെപ്പോലത്തെ മറ്റേ ഗെയിം കളിക്കാനും സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ അപ്പാനി പറഞ്ഞിട്ടും അപ്പാനി വിടുന്നില്ല. അപ്പാനിയുടെ ഈഗോ ഹേർട്ട് ചെയ്യാണ്. അതായത് അപ്പാനി ഒരു മണ്ടനാണ്, പൊട്ടനാണ്. ബിന്നിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇരിക്കുന്നെങ്കിലും കാഞ്ഞ ഗെയിമാണ് കേട്ടോ. അപ്പോൾ അപ്പാനി എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് അപ്പാനിയെ ഇറക്കി കളിക്കാനുള്ള ഒരു ശ്രമമാണ് അക്ബറും ബിന്നിയും ഒക്കെ അവിടെ നടത്തുന്നത്. അപ്പാനി മാനിപ്പുലേഷനിൽ വീഴുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര മാസാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പാനി ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ് അവിടെ. ബേസിക്കലി മൂപ്പർ ഒരു പാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കണ്ടിടത്തോളം. പക്ഷെ പെട്ടെന്ന് മാനിപ്പുലേഷനിൽ വീണ് പോവും. ഭയങ്കര നല്ലൊരു മനുഷ്യനായിട്ടൊക്കെ തോന്നുന്നുണ്ട് ലൈവ് കാണുമ്പോൾ. പക്ഷേ അപ്പാനി നന്നാവാനും അപ്പാനി നല്ലപോലെ ഗെയിം കളിക്കാതിരിക്കാനും നല്ലപോലെ തന്നെ ബിന്നിയും അക്ബറും ഒക്കെ ശ്രമിക്കുന്നുമുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.